റഷ്യൻ ഡ്രോണുകൾ ആകാശത്ത് നിശബ്ദമായി തകർത്തെറിയാൻ നിശബ്ദ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ച് ഉക്രൈൻ. റഷ്യൻ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ ശബ്ദമോ ദൃശ്യമായ അടയാളമോ ഇല്ലാതെ തകർക്കാൻ കഴിവുള്ള ഒരു നിശബ്ദ വ്യോമ പ്രതിരോധ സംവിധാനം ഉക്രൈൻ വികസിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സൺറേ എന്നറിയപ്പെടുന്ന പ്രോട്ടോടൈപ്പ് സിസ്റ്റം അടുത്തിടെയാണ് പ്രദർശിപ്പിച്ചത്. അവിടെ അത് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ UAV-യിലൂടെ കത്തിക്കുകയും ആകാശത്ത് നിന്ന് വീഴാൻ കാരണമാവുകയും ചെയ്യുന്നുവെന്ന് ദി അറ്റ്ലാന്റിക് റിപ്പോർട്ട് ചെയ്യുന്നു. ഒഴിഞ്ഞ ഒരു വയലിലെ ഒരു പിക്കപ്പ് ട്രക്കിന്റെ മേൽക്കൂരയിലാണ് ലേസർ പീരങ്കി എന്നറിയപ്പെടുന്ന ലേസർ സിസ്റ്റം സ്ഥാപിച്ചതെന്ന് ദി അറ്റ്ലാന്റിക് റിപ്പോർട്ടർ സൈമൺ ഷസ്റ്റർ പറഞ്ഞു. തുടർന്ന് ഏതാനും 100 വാര അകലെ നിന്നും ഒരു എഞ്ചിനീയർ ഒരു ചെറിയ ഡ്രോൺ വിക്ഷേപിച്ചു. താമസിയാതെ ലേസർ ക്യാമറകൾ ഡ്രോണിനെ യാന്ത്രികമായി ട്രാക്ക് ചെയ്തു. തുടർന്ന് ഓപ്പറേറ്റർ തീ എന്ന് വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ ഡ്രോൺ ആകാശത്ത് വെച്ച് തീ പിടിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ അദൃശ്യമായ മിന്നൽ പിണർ ഏറ്റതുപോലെ ഡ്രോൺ കത്തി തുടങ്ങി. പിന്നീട് ഒരു അഗ്നിജ്വാലയായി നിലത്തു വീണു. ഉക്രൈൻ ആദ്യമായി സൺറേ ലേസർ ആയുധം പുറത്തിറക്കി. മുൻപ് ട്രൈഡന്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ ലേസർ ശബ്ദമോ ദൃശ്യപ്രകാശമോ പുറപ്പെടുവിക്കുന്നില്ല. ആകാശത്ത് 1.2 മൈൽ അകലെയുള്ള റഷ്യൻ വിമാനങ്ങളെ പോലും സൺറേ ആക്രമിക്കാൻ കഴിയുമെന്ന് ഉക്രൈന്റെ ആളില്ലാ സിസ്റ്റംസ് ഫോഴ്സിനെ നയിക്കുന്ന കേണൽ വാഡിം സുഖാരെവിസ്കി പറഞ്ഞു. ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ ലേസർ ആയുധമല്ല സൺറേ. US നാവികസേനയ്ക്ക് ഹീലിയോസ് എന്ന പേരിൽ സ്വന്തമായ ഒരു ലേസർ സംവിധാനമുണ്ട്. ലോക്ഹീഡ് മാർട്ടിൻ $150 മില്യൺ ഇത് വികസിപ്പിച്ചെടുത്തു. നിർമ്മാണത്തിന് 4 വർഷം എടുത്തു. സൺറേ വെറും 2 വർഷം കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ ഇത് നിർമ്മിക്കാൻ കഴിയില്ല. സൺറേ ഒരു യൂണിറ്റിന് ഏതാനും $1,00,000 വിൽക്കാൻ കഴിയും. ഇത് US നിർമ്മിത ലേസർ ആയുധങ്ങളെ അപേക്ഷിച്ച് വളരെ വില കുറഞ്ഞതാകുന്നു. ജനുവരിയിൽ ഉക്രൈന്റെ പ്രതിരോധ മന്ത്രി മൈഖൈലോ ഫോഡോറോവ് പറഞ്ഞു, ഒരു ആന്റി ഡ്രോൺ ഡോം വികസിപ്പിക്കേണ്ട അടിയന്തിരമായി ആവശ്യമുള്ള കാര്യമാണ്. അത് ഭാവിയെക്കുറിച്ചല്ല, ഇന്നത്തെ അതിജീവനത്തെക്കുറിച്ചാണ്. ദി കീവ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ലാഭത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അമേരിക്കൻ കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി റഷ്യക്കെതിരായ പോരാട്ടത്തിൽ ഉക്രൈനിയൻ ആയുധ നിർമ്മാതാക്കൾ വ്യക്തിപരമായി നിക്ഷേപം നടത്തുന്നുണ്ടെന്ന് കീവിന്റെ വ്യോമ പ്രതിരോധ സേനയുടെ കമാൻഡറായി അടുത്തിടെ നിയമിതരായ പാവുലോ യെലിസറോവ് ചൂണ്ടിക്കാട്ടി. പല അമേരിക്കൻ കമ്പനികളും പണത്താൽ നയിക്കപ്പെടുന്നു. അവർക്ക് ഇതൊരു ജോലിയാണ്. അവർ ഇത് ചെയ്യുന്നു. അവർക്ക് ശമ്പളം ലഭിക്കുന്നു. നമുക്ക് മറ്റൊരു ഘടകം കൂടിയുണ്ട്, അത് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത. അതേസമയം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി കാതറിൻ വൗട്രിൻ കീവ് സന്ദർശിച്ച ദിവസം റഷ്യ ഉക്രൈനിലെ നഗരങ്ങൾ വൻ വ്യോമാക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഫെബ്രുവരി 7 ആക്രമണം ദിവസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരി 3 നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടയുടെ സന്ദർശന ദിനത്തിൽ മോസ്കോ നടത്തിയ സമാനമായ ശക്തമായ ആക്രമണത്തിന്റെ ആവർത്തനമായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഉക്രൈനെ ശിക്ഷിക്കുന്നതിനപ്പുറം ആക്രമണങ്ങൾക്ക് പുരോഗമന സ്വഭാവമുണ്ടെന്ന് സെന്റ് ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി ചരിത്ര പ്രൊഫസർ ഫിലിപ്സ് ഒ ബ്രയാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.